പൃഥ്വിരാജിന് ഫാൻസ് ഇല്ല, പൃഥ്വിരാജിന് സ്റ്റാർ വാല്യൂ ഇല്ല. ഇത് കുറെ ആയി പലരും പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇപ്പൊ പൃഥ്വിരാജിന് ഇപ്പോൾ ഉള്ള സ്റ്റാർ വാല്യൂവിന്റെ ഏറ്റവും വലിയ എക്സാമ്പിള് ആടുജീവിതം പോലുള്ള ഒരു വലിയ സിനിമ, ഗംഭീര സിനിമ വിജയിച്ചതല്ല. ഒരു ആവറേജ് സിനിമയായിട്ട് നമ്മൾ കാണുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ഇത്രയും കളക്ഷൻ നേടിയെടുത്തതിലാണ്. സോ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്നത് മലയാളത്തിൽ ഇപ്പോൾ ഉള്ളത് നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു ഉയരം കൊണ്ടും അദ്ദേഹത്തിന്റെ ഒരു ബോഡി കൊണ്ടും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, ഇരിപ്പിലും നിൽപ്പിലും സംസാരത്തിലും വസ്ത്രധാരണത്തിലുമെല്ലാം ഈ ഒരു സ്റ്റാർ ആറ്റിറ്റ്യൂഡ് അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ അത് ഏറ്റവും കൂടുതലുള്ള മമ്മൂക്കയ്ക്കാണ്. പിന്നെ അത് കണ്ടിട്ടുള്ള പൃഥ്വിരാജിനാണ്. അദ്ദേഹത്തിന് മാസ് റോളുകൾ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. അല്പം ഡ്രമാറ്റിക്കായ ഡയലോഗുകൾ ഗംഭീരമായിട്ട് പറയാൻ പറ്റും. ഉള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പലപ്പോഴും പൃഥ്വിരാജിന്റെ ഒരു സ്റ്റാർഡത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. പൃഥ്വിരാജിന് ശരിക്കും ഉള്ള സ്റ്റാർ വാല്യൂ തിരിച്ചറിയണമെങ്കിൽ അന്യഭാഷാ സിനിമകളിൽ അദ്ദേഹം പോയി ചെയ്യുന്ന റോളുകൾ കണ്ടാലറിയാം. അതിന്റെ ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് സലാർ എന്ന സിനിമ. പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടുള്ള പ്രഭാസ് ടൈറ്റിൽ റോളിൽ വന്ന ആ സിനിമയിൽ പൃഥ്വിരാജിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ക്ലൈമാക്സ് ആക്ഷൻ സീക്വൻസിന്റെ സമയത്ത് പൃഥ്വിരാജും പ്രഭാസും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അത് അവരുടെ സ്റ്റാർ പവറിനെയും ഫാൻസിനെയും കുറിച്ചിട്ടുള്ളതാണ്. തെലുങ്കിൽ പോയിട്ട് ഒരു മലയാളം ആക്ടർക്ക് അത്തരത്തിലുള്ള ഒരു സീനൊന്നും ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ആ ആക്ഷൻ സീക്വൻസിനിടയിൽ പൃഥ്വിരാജിന് വേണ്ടി പ്രഭാസ് വിസിലടിക്കുന്ന ഒരു സീനും കൂടെ ഉണ്ട്. ഒരു മലയാള സിനിമയിലെ ഒരു ആക്ടർക്ക് ഒരു തെലുഗു സിനിമയിൽ, അത് മാത്രമല്ല ഒരു പാൻ ഇന്ത്യൻ റിലീസുള്ള സിനിമയിൽ ഇത്രയും സ്കോർ ചെയ്യാവുന്ന ഒരു സീനൊന്നും വേറെ കണ്ടിട്ടില്ല. പൃഥ്വിരാജിന്റെ സ്റ്റാർ വാല്യൂ അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സിനിമയിൽ പൃഥ്വിരാജിനെ സ്കോർ ചെയ്യാൻ ഇത്രയും സ്പേസ് അവർ കൊടുത്തത്. പിന്നെ നല്ല സംവിധായകരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി പോലെയും അയാളും ഞാനും തമ്മിൽ പോലെയുമുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസുകൾ ഡെലിവർ ചെയ്യാനും പറ്റും. സോ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തതാണെങ്കിലും ഇനി നമ്മൾ അംഗീകരിക്കാത്തതാണെങ്കിലും ആ സ്റ്റാർ വാല്യൂ അവിടെ ഉണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ ഈസ് എ സ്റ്റാർ.